Good morning, students. മഹാരാജാസ് കോളേജ് ആറ്റിങ്ങലിലെ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റിയെ എക്കണോമിക് ആക്ടിവിറ്റി എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും രണ്ടായി തരംതിരിക്കുകയും അതിൽ തന്നെ എക്കണോമിക് ആക്ടിവിറ്റി, ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്, അതിൻ്റെ ഓരോന്നിൻ്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ കമ്പാരിസൺ, ദെൻ ബിസിനസ് റിസ്ക്, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്, ദെൻ റോൾ ഓഫ് പ്രോഫിറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ഇവിടെ ഈ ക്ലാസ്സിൽ കുറച്ചുകൂടെ വളരെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവം പേനയും ഒരു പേപ്പറും കൂടി സമീപത്ത് വച്ചിരിക്കുക. പുതിയ ചില കാര്യങ്ങളുണ്ട്, നമുക്ക് വളരെ സിംപ്ലിഫൈ ചെയ്ത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഹെഡ് മനസ്സിലാക്കൂ: ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ക്ലാസിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ തരംതിരിക്കുക എന്നാണ്. ബിസിനസ് ആക്ടിവിറ്റിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. ബിസിനസ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. പ്രൊഡക്ഷൻ, പർച്ചേസ് ഓർ സെയിൽ or distribution of goods and services തന്നല്ലോ ഫോർ വാല്യൂ. നമ്മൾ സാധന സേവനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനം, ഇതാണല്ലോ ബിസിനസ്. നമ്മൾ തരംതിരിക്കാൻ പോവുകയാണ്. ഒരു ബിസിനസ് ആക്ടിവിറ്റിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ചാർട്ട് രൂപേണയാണ് നമ്മളിത് പഠിക്കുന്നത്. മനസ്സിലാക്കൂ. സ്ട്രക്ചർ ഓഫ് ബിസിനസ് എന്നാണ് ഇതിൻ്റെ ഹെഡ്. സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഘടന, ബിസിനസ്സിൻ്റെ ഘടന എന്നാണ്. നോക്കാം. സ്ട്രക്ചർ ഓഫ് ബിസിനസ്. നമുക്ക് ബിസിനസ്സിൻ്റെ ഘടനയെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ഓൺ ദ ബേസിസ് ഓഫ് സൈസ്. സൈസ് എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ വലിപ്പം, ബിസിനസ്സിൻ്റെ വ്യാപ്തി, അതിനനുസരിച്ച് ഓൺ ദ ബേസിസ് ഓഫ് സൈസ്. രണ്ടാമത്തത് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തെ കാര്യം. 3, ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. അപ്പോൾ നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരണം. ബിസിനസ്സിനെ അതിൻ്റെ വലിപ്പത്തിൽ നമുക്ക് തരംതിരിക്കാം, അതിൻ്റെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാം, അത് ചെയ്യുന്ന കർത്തവ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാം. ഒരു കാര്യം കൂടി അങ്ങോട്ട് മനസ്സിലാക്കൂ. ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, അതിൻ്റെ താഴെ 2 വര ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഓൺ ദ ബേസ് ഓഫ് സൈസ്, ബിസിനസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു സ്മോൾ സ്കെയിൽ ബിസിനസ് ആൻഡ് ലാർജ് സ്കെയിൽ ബിസിനസ്. ചെറിയ തരം വ്യാപാരം അല്ലെങ്കിൽ ചെറുകിട വ്യാപാരം സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ വൻകിട വ്യാപാരം. സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ, അത് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് ഓൺ ദ ബേസ് ഓഫ് സൈസ്, ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ. ഇനി നമുക്ക് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ. പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, ജോയിന്റ് സെക്ടർ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറൂടെ ചേരുന്ന മേഖല, അതിനാണ് ജോയിന്റ് സെക്ടർ എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ. എന്നിട്ട് നമുക്ക് നോക്കാം. പബ്ലിക് സെക്ടർ ബിസിനസ് എന്ന് പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് അല്ലെങ്കിൽ 3 വിഭാഗങ്ങളുണ്ട് അതിനകത്ത്. പബ്ലിക് സെക്ടർ ബിസിനസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിന്റെ കീഴിൽ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് എഴുതിയാൽ മതി. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. നമ്പർ 2, പബ്ലിക് കോർപ്പറേഷൻസ്. പബ്ലിക് കോർപ്പറേഷൻസ്. നമ്പർ 3, ഗവൺമെന്റ് കമ്പനീസ്. ഇപ്പൊ എന്താ? ബേസിസ് ഓഫ് ഓണർഷിപ്പ്, പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ. ഇപ്പൊ പബ്ലിക് സെക്ടറിൽ വരുന്ന ഏതൊക്കെ? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ്. ദെൻ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ മീൻസ് സ്വകാര്യ മേഖല അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ നടത്തുന്ന സംവിധാനം. അതിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബിസിനസ് അണ്ടർടേക്കിങ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം,
ഒരു വ്യക്തി നടത്തുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത വ്യാപാരം. HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി സിസ്റ്റം എന്ന് പറയും. അത് ഇന്ന് നമ്മുടെ അല്ലെങ്കിൽ സമൂഹത്തിലില്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ബിസിനസ് സിസ്റ്റമാണ്. ദെൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, റിലയൻസ് ഇന്ത്യ ലിമിറ്റഡ്, അതുപോലെ ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ്, അതുപോലെ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, അതുപോലെ ടാറ്റ കമ്പനി, മാരുതി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിക്കുന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ പരസ്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളാണ്, വൻകിട കമ്പനികൾ. ആ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ദെൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോർപ്പറേറ്റീവ് എന്ന് പറയരുത്, കോ ഓപ്പറേറ്റീവ്, സഹകരണ സംഘങ്ങൾ. കോപ്പറേറ്റീവ് ബാങ്ക്സ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, സഹകരണ സംഘങ്ങൾ. ഇതെല്ലാം പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്സിൽ വരികയാണ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ഏതൊക്കെയാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, HUF, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദെൻ അടുത്ത് വന്നിട്ട് ജോയിന്റ് സെക്ടർ, പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും കൂടെ ചേരുന്ന മേഖല. അടുത്ത് വന്നിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇൻഡസ്ട്രി, കോമേഴ്സ്. ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ വ്യവസായം, കൊമേഴ്സ് എന്ന് വെച്ചാൽ വാണിജ്യം. ഇത് ആദ്യമേ നമ്മൾ നമ്മുടെ മനസ്സിൽ അങ്ങ് കുറിച്ച് വെക്കുക. ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒന്നുകൂടെ പറയാം. സ്ട്രക്ചർ ഓഫ് ബിസിനസ്. ഓൺ ദ ബേസ് സ്ട്രക്ചർ, ബിസിനസിന്റെ സ്ട്രക്ചർ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കും. ഓൺ ദ ബേസ് ഓഫ് സൈസ്, ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷൻ. ഓൺ ദ ബേസ് ഓഫ് സൈസ്, സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ. ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്, പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ. ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷൻ, ഇൻഡസ്ട്രി, കൊമേഴ്സ്. പബ്ലിക് സെക്ടറിൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ്. പ്രൈവറ്റ് സെക്ടറിൽ വരുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, HUF, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി നമ്മൾ ഓരോന്നിന്റെയും ഡീറ്റെയിലിംഗിലേക്ക് പോവുകയാണ്. നോക്കാം. ഓൺ ദ ബേസ് ഓഫ് സൈസ് ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ. തന്നെയല്ലോ. എന്താണ് സ്മോൾ സ്കെയിൽ? സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പേരിൽ അതിൻ്റെ അർത്ഥമുണ്ട്. സ്മോൾ സ്കെയിൽ, ചെറിയ രൂപത്തിൽ നടത്തുന്നത്. അപ്പോൾ അവിടെ മൂലധനം കുറച്ച് മതിയാകും, തൊഴിലാളികളുടെ എണ്ണവും കുറച്ച് മതിയാകും. ഇതാണ് സ്മോൾ സ്കെയിൽ എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. അപ്പോൾ എ സ്മോൾ സ്കെയിൽ ബിസിനസ് ഓപ്പറേറ്റ്സ് ഓൺ എ സ്മോൾ സ്കെയിൽ. എ സ്മോൾ സ്കെയിൽ ബിസിനസ് ഈസ് ഓപ്പറേറ്റ്സ് ഓൺ എ സ്മോൾ സ്കെയിൽ. ഒരു ചെറുകിട വ്യാപാരം എപ്പോഴും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ചെറിയ രൂപത്തിലായിരിക്കും. അവിടെ എങ്ങനെയാ വരിക? ഇറ്റ് റിക്വയേഴ്സ് ലെസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു വാക്കുണ്ടല്ലോ, ക്യാപിറ്റൽ. അക്കൗണ്ടൻസിയിലൊക്കെ പറഞ്ഞ് മൂലധനം, നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന പണം. അവിടെ സ്മോൾ സ്കെയിൽ ബിസിനസ് ആകുമ്പോൾ മൂലധനം കുറച്ചു മതി. ഇറ്റ് റിക്വയർസ് മീൻസ് ആവശ്യമായിട്ട് വരുന്നത്, ആവശ്യമാണ്. ഇറ്റ് റിക്വയർസ് ലെസ് ക്യാപിറ്റൽ, കുറച്ച് മൂലധനം മതി. ആൻഡ് എംപ്ലോയിഡ് ലിമിറ്റഡ് നമ്പർ ഓഫ് വർക്കേഴ്സ്. അവിടെ തൊഴിലെടുക്കുന്നതോ കുറച്ച് എണ്ണം ജോലിക്കാർ ആയിരിക്കും. എക്സാമ്പിൾ പറയാം. ഗ്രോസറി ഷോപ്പ്, പലവ്യഞ്ജന കടകൾ നിങ്ങൾ പോകുന്നുണ്ടല്ലോ, ഒരു 5-6 പേർക്കകത്തുണ്ടാവും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു 10 ജോലിക്കാർക്ക് അല്ലെങ്കിൽ 12 ജോലിക്കാർക്കകത്ത് വരും. അതുപോലെ തന്നെ പ്രൊവിഷൻ സ്റ്റോറുകൾ. ഇതെല്ലാം സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ സ്മോൾ സ്കെയിൽ ബിസിനസ് ചോദിച്ചാൽ പറയുമല്ലോ, സ്മോൾ സ്കെയിൽ ബിസിനസ് ഓപ്പറേറ്റ്സ് ഓൺ എ സ്മോൾ സ്കെയിൽ. ഇറ്റ് റിക്വയർസ് ലെസ് ക്യാപിറ്റൽ ആൻഡ് എംപ്ലോയ്സ് ലിമിറ്റഡ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ഗ്രോസറി ഷോപ്സ്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ പ്രൊവിഷൻ സ്റ്റോഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് സ്മോൾ സ്കെയിൽ ബിസിനസ്. ഇതറിയാമെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അങ്ങ് പറഞ്ഞാൽ മതി സ്മോൾ സ്കെയിൽ. സ്മോൾ സ്കെയിൽ അറിയാമെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അങ്ങ് പറഞ്ഞാൽ മതി ലാർജ് സ്കെയിൽ. അപ്പോൾ സ്മോൾ സ്കെയിൽ ബിസിനസ് ഓപ്പറേറ്റ്സ് ഓൺ എ സ്മോൾ സ്കെയിൽ എന്നല്ലേ പറഞ്ഞത്? അവിടെ അങ്ങ് ഇങ്ങനെ ആക്കണം. ലാർജ് സ്കെയിൽ ബിസിനസ് ഓപ്പറേറ്റ്സ് ഓൺ ലാർജ് സ്കെയിൽ. ലാർജ് സ്കെയിൽ ബിസിനസ് ഓപ്പറേറ്റ്സ് ഓൺ ലാർജ് സ്കെയിൽ. അവിടെ ഒരു കാര്യം കൂടെ പറയണം. When production or sale is on a large scale is known as large scale business. Production or sale. Production means ഉൽപാദനം. Sale വിപണനം. ഉൽപാദനവും വിപണനവും വിൽപ്പനയും വിതരണവും ഉയർന്ന തോതിലാണ് അല്ലെങ്കിൽ വൻതോതിലാണ് എങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ലാർജ് സ്കെയിൽ ബിസിനസ് കൺസേൺസ് എന്ന് പറയും, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ബിസിനസ് എന്ന് പറയും. അവിടെ ലാർജ് സ്കെയിൽ ബിസിനസ്, നേരത്തെ സ്മോൾ സ്കെയിൽ ബിസിനസ്സിൽ ലെസ് ക്യാപിറ്റൽ റിക്വയർ, ലാർജ് സ്കെയിൽ ആണെങ്കിലോ large capital means huge capital is required. എന്ന് വെച്ചാൽ they employ large number of workers and need large capital or huge capital. സ്വാഭാവികമായിട്ടും ലാർജ് സ്കെയിൽ ബിസിനസ്സിൽ മൂലധനത്തിന്റെ അളവ് കൂടുതലായിരിക്കും,
തൊഴിലാളികളുടെ എണ്ണവും കൂടുതലായിരിക്കും. എക്സാമ്പിൾ പഠിച്ചു വെച്ചോളുക. ലാർജ് സ്കെയിൽ ബിസിനസ് ഓപ്പറേഷൻസിന്, ദെൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, ദെൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഓർ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ്, ദെൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ലാർജ് സ്കെയിൽ ബിസിനസ് കൺസേൺസിന് ഉദാഹരണമാണ്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് സൈസ് ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ. ലാർജ് സ്കെയിൽ അറിയാമെങ്കിൽ സ്മോൾ സ്കെയിൽ അറിയാം, സ്മോൾ സ്കെയിൽ അറിയാമെങ്കിൽ ലാർജ് സ്കെയിലും അറിയാം. രണ്ടും ഒരു കാര്യം മനസ്സിലാക്കിയാൽ അതിൻ്റെ ചെറിയൊരു വ്യതിയാനം വരുത്തിയാൽ മതി. പിന്നെ എക്സാമ്പിളുകളുടെ കാര്യം ഓക്കെയാണ്. അടുത്ത രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ പറയുക. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ഏതാ? പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ തന്നല്ലോ. അപ്പൊ ആദ്യം എന്താണ് പബ്ലിക് സെക്ടർ എന്ന് മനസ്സിലാക്കണം. പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നാണ്. പബ്ലിക് സെക്ടർ നമ്മൾ പറയുമ്പോൾ if a business is owned by the government, if a business is owned by the government, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ബിസിനസ്, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, സെൻട്രൽ ഗവൺമെന്റ് ആകാം. If the business is owned by the government, that is state government or central government or by its agencies, അവരുടെ ഏജൻസികളോ ആകാം. അങ്ങനെ അവർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ അവരുടെ ഏജൻസികളുടെയോ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ നിയന്ത്രണത്താൽ നടത്തിക്കൊണ്ടു പോകുന്ന സംവിധാനങ്ങളെ പറയുന്ന പേരാണ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എന്ന് പറയുക. അപ്പൊ എന്താണ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എന്ന് വെച്ചാൽ? ഇഫ് എ ബിസിനസ് ഈസ് ഓൺഡ് ബൈ ദ ഗവൺമെന്റ്, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഓർ ബൈ ഇറ്റ്സ് ഏജൻസീസ് കോൾഡ് ആസ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. നമുക്ക് നോക്കാം. പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ നമ്മൾ എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? 3 ആയിട്ട് തരംതിരിക്കും. അതായത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ്. അതിൽ ആദ്യത്തെ കേസ് അങ്ങോട്ട് മനസ്സിലാക്കണം. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയാണ്. ഇതിൽ എക്സാമ്പിളുകൾ ഞാൻ പറയും, അത് വ്യക്തമായി തന്നെ കുറിച്ച് വെക്കണം. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് വെച്ചാൽ കോളംനർ ഫോമിൽ, അതായത് എ കോളം, ബി കോളം, സി കോളം തന്നിട്ട് അതിനെ മാച്ച്, ഈ കോളംസ് എല്ലാം കൂടെ മാച്ച് ചെയ്യിക്കണം. എന്ന് വെച്ചാൽ എ കോളത്തിന് ഇക്വലന്റ് ആയിട്ട് ബി വരണം, ബിക്ക് ഇക്വലന്റ് ആയിട്ട് സിയും വരണം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതലൊക്കെ ഈ കോളം മാച്ച് ചെയ്യാനായിട്ട് വരുന്നത് ഈ ഡിപ്പാർട്ട്മെന്റൽ, അതുപോലെ പബ്ലിക് കോർപ്പറേഷൻസ്, പ്രൈവറ്റ് സെക്ടർ, അതുപോലെ തന്നെ ഇങ്ങനെ വരുന്നതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് സെക്ടർ എന്താ നമുക്കറിയാം, സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഏജൻസികളാൽ നിയന്ത്രിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉടമസ്ഥതയുള്ളത്. അതിൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് പേരിൽ തന്നെ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? Departmental undertakings are directly managed by different departments of the government. Departmental undertakings are directly managed by the different departments of the government. ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന, കൺട്രോൾ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്. എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ്. ഇന്ത്യൻ റെയിൽവേ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു മന്ത്രിയൊക്കെ ഉണ്ട്. റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ കൺട്രോളിംഗിൽ വരുന്നതാണ് ഇന്ത്യൻ റെയിൽവേ. അതുപോലെ തന്നെ പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ്, ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എന്ന് ചോദിച്ചാൽ ഡയറക്ട്ലി മാനേജ്ഡ് ബൈ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. ഞാൻ നേരത്തെ എ കോളം, ബി കോളം, സി കോളം ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, നോക്കിക്കോളാം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തരണേ: പബ്ലിക് സെക്ടർ, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, ഇന്ത്യൻ റെയിൽവേ. അപ്പം ഒരു കോളത്തിൽ പബ്ലിക് സെക്ടർ എന്ന് കാണും, രണ്ടാമത്തെ കോളത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് കാണുക, ഒരു എക്സാമ്പിളും അവിടെ കാണുക. അപ്പം പബ്ലിക് സെക്ടറിൽ വരുന്നതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എന്നും, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിന് എക്സാമ്പിൾ ആണ് ഇന്ത്യൻ റെയിൽവേ എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റൂ. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം പബ്ലിക് കോർപ്പറേഷൻസ്. പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ എ സ്പെഷ്യൽ ആക്ട് ഇൻ ദ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. സ്പെഷ്യൽ ആക്ട് മീൻസ് പ്രത്യേകമായ നിയമം മൂലം, പ്രത്യേക നിയമം പാസ്സാക്കുക. പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും നിയമനിർമ്മാണങ്ങൾ നടത്തുക, 2/3 മെജോറിറ്റി അംഗീകരിച്ചുകൊണ്ട് അത് നിയമമായി മാറും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ പ്രത്യേകമായ നിയമം, അതായത് പ്രത്യേക നിയമം പാർലമെന്റിലോ സംസ്ഥാന നിയമസഭകളിലോ സ്പെഷ്യൽ ആക്ട് പാസ്സാക്കി രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ രൂപം കൊടുത്ത ഫോം ചെയ്യുന്ന സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് പബ്ലിക് കോർപ്പറേഷൻസ്. എക്സാമ്പിൾ UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, then LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, then ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCI. ഇത്
ഏതിന് എക്സാമ്പിൾ ആണ്? പബ്ലിക് കോർപ്പറേഷൻസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ പബ്ലിക് കോർപ്പറേഷൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാ? യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ദെൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഫുഡ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ, ദ എക്സാമ്പിൾസ് ഓഫ് എന്തോ പബ്ലിക് കോർപ്പറേഷൻസ്. ഓക്കെ, അടുത്ത നമുക്ക് മൂന്നാമത്തേക്ക് പോകാം. ഗവൺമെന്റ് കമ്പനീസ്. ഗവൺമെന്റ് കമ്പനികൾ. ഗവൺമെന്റ് കമ്പനി എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ ഷെയർസ്. ഓഹരി എന്നാണ് ഷെയറിന്റെ അർത്ഥം. മെജോറിറ്റി മീൻസ് സിംഹഭാഗവും ഭൂരിഭാഗവും. ദ മെജോറിറ്റി ഓഫ് ദ ഷെയർസ് ഈസ് ഹെൽഡ് ബൈ. The majority of the share of a company is held by the government. അതിന് നമ്മൾ പറയുന്നത് എന്തെന്ന് പറയുക? പബ്ലിക് കമ്പനീസ് ഓർ ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയും. ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയും. പബ്ലിക് കമ്പനീസ് അല്ല, ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയും. എന്ന് വെച്ചാൽ കമ്പനിയുടെ ഓഹരികളുടെ ഭൂരിഭാഗവും, അതായത് 51%, എന്ന് വെച്ചാൽ സിംഹഭാഗവും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിട്ടുള്ള അങ്ങനെയുള്ള സംവിധാനം, അതിനെ പറയുന്ന പേരാണ് ഗവൺമെന്റ് കമ്പനീസ്. ഗവൺമെന്റ് കമ്പനീസിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് BHEL, ബെൽ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ കറക്റ്റ് പറയണം, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഗവൺമെന്റ് പ്രശസ്തമായ പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് കമ്പനിയാണ്. ഒപ്പം HMT, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്, ഇത് ഗവൺമെന്റ് കമ്പനീസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞ പബ്ലിക് സെക്ടറിൽ അല്ലെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പിൽ പബ്ലിക് സെക്ടർ കഴിഞ്ഞു. പബ്ലിക് സെക്ടർ കഴിഞ്ഞു. പബ്ലിക് സെക്ടർ എന്താ പറയുക? പബ്ലിക് സെക്ടർ മീൻസ് if a business is owned by the government, that is state or central government or by its agencies. അതിൽ departmental undertakings, public corporations, government companies. Departmental undertakings means directly managed by different department of the government. Example, Indian Railway, Post and Telegraph. രണ്ട്, public corporations established under special act at the parliament or state legislature. Example, UTI, LIC, FCI. Then government companies, majority of the share of a company held by the government. Example, Bharat Heavy Electricals Limited, then Hindustan Machine Tools. അടുത്തത് കണ്ടോ, പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ യൂണിറ്റ്സ് എന്ന് വെച്ചാൽ the ownership of the business is in the hands of a persons other than the government. Ownership of the business, ബിസിനസിന്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് ഗവൺമെന്റിനല്ല, സ്വകാര്യ വ്യക്തികളുടെ കൈകൾ. എന്ന് വെച്ചാൽ ഞാൻ ഒരു ബിസിനസ് തുടങ്ങി, അതിന്റെ ഉടമസ്ഥത ഞാനാണ്. അതിനെ ഞാൻ മാത്രം തുടങ്ങിയാൽ അതിനെ പറയുന്നത് ഏകാംഗ വ്യാപാരം. ഞാനും എൻ്റെ ഒരു 5-6 ഫ്രണ്ട്സ് കൂടി ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കുന്നു, അതിനെ പറയുന്ന പേര് പാർട്ട്ണർഷിപ്പ് എന്നാണ്. ഉടമസ്ഥത ഞങ്ങൾ ആരൊക്കെയാണോ വ്യാപാരം തുടങ്ങിയത്, മൂലധനം കൊണ്ടുവന്നത് അവരിലായിരിക്കും. അതിനെ പറയുന്ന പേര് പങ്കാളിത്ത വ്യാപാരം എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഓഫ് ദ ബിസിനസ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പേഴ്സൺസ് അതർ ദാൻ ദ ഗവൺമെന്റ് ഈസ് നോൺ ആസ് പ്രൈവറ്റ് സെക്ടർ യൂണിറ്റ്സ്. പ്രൈവറ്റ് സെക്ടർ യൂണിറ്റ്സ്. ഇനി മൂന്നാമത്തെ കാര്യം കണ്ടോ, ജോയിന്റ് സെക്ടർ. ഇനി നമ്മൾ പ്രൈവറ്റ് സെക്ടർ യൂണിറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയും നമുക്ക് പഠിക്കണം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, HUF, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതെല്ലാം പ്രൈവറ്റ് സെക്ടറിന് എക്സാമ്പിൾ ആണ്. അടുത്ത് നോക്കിയാട്ടെ, ജോയിന്റ് സെക്ടർ. ജോയിന്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ എന്ന് വെച്ചാൽ പാർട്ട്ലി ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് പാർട്ട്ലി ഓൺഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ്. എന്താ ജോയിന്റ് സെക്ടർ എന്ന് വെച്ചാൽ? എ ബിസിനസ് പാർട്ട്ലി ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് പാർട്ട്ലി ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പാർട്ട്ലി ഓൺഡ് ബൈ ദ ഗവൺമെന്റ് and partly owned by the private parties called as joint sector. Example, Cochin Refineries. Joint sector ബിസിനസ്സിന് എക്സാമ്പിൾ പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. കൊച്ചിൻ റിഫൈനറീസ്, FACT, സിയാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, കെമിക്കൽസ് ട്രാവൻകൂർ, ഇതാണ് FACT, ഫാക്ട്. അതുപോലെ തന്നെ സിയാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, അതുപോലെ കൊച്ചിൻ റിഫൈനറീസ്, ഇതെല്ലാം ജോയിന്റ് സെക്ടറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ എപ്പിസോഡിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഈ കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്ട്രക്ചർ ഓഫ് ബിസിനസ്സിൽ ഓൺ ദ ബേസ് ഓഫ് സൈസ്, ബേസ് ഓഫ് ഓണർഷിപ്പ്, ബേസ് ഓഫ് ഫംഗ്ഷൻ. On the base of size, small scale, large scale. Base of ownership, public sector, private sector, joint sector. Public sector വരുന്ന departmental undertakings, public corporations, government companies. Private sector sole proprietorship, partnership, HUF, joint stock company, cooperative societies. Then joint sector നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, a business partly owned by government and partly by private parties. Example അറിയാം. On the base of function, industry, commerce. ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ വ്യവസായം, കൊമേഴ്സ് എന്ന് വെച്ചാൽ വാണിജ്യം. ഇത് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇൻഡസ്ട്രി എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, കൊമേഴ്സ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇത്ര പറഞ്ഞു കഴിയുമ്പോൾ ചാപ്റ്റർ ഈസ് ഓവർ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കിതിലൂടെ തന്നെ അറിയിക്കാം, നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതാണ്. സോ താങ്ക് യു.